ഹലോ. ആ പറഞ്ഞു ഇല്ലില്ല. അതെ ഉറങ്ങാൻ വേണ്ടി കിടക്കണു. ഇല്ല വന്നിട്ടൊന്നുമില്ല. അതെ. ഏ എല്ലാവരും കൂടി സിനിമക്ക് പോയാ? അതെ. എങ്ങനെയുണ്ട് സിനിമ? അതെ. ഇവിടെ ഇങ്ങനെ പറയണ്ട. ഇപ്പം തല്ലും ബഹളവും സംശയങ്ങളും പറയണ്ട. എൻ്റെ വിധി അല്ലാണ്ട് ഇപ്പം എന്ത് പറയണം? എന്നെ ഇങ്ങനെ ആക്കി പടച്ച്. ആ ഇല്ല ഇല്ല. അതെ. ഉവ്വ് ഉവ്വ. പിന്നെ അതെ. എവിടെ എവിടെ വെച്ചിട്ട്? അയ്യോ. ആ ആ ഇല്ലില്ല. അതിപ്പോൾ വരും, വരാനായിട്ടുണ്ട്. ഈ തുടങ്ങും കുറേ ഒച്ചയും ബഹളമൊക്കെ. ആ ഒരു കാര്യം ചെയ്യ്. ഇല്ല നാളെ നേരത്തെ പണിക്ക് പോയിക്കോളും പറയണുണ്ടായിരുന്നു. അപ്പോൾ 10 മണിക്ക് ഇങ്ങോട്ട് പോന്നോ കേട്ടാ. ഏ എന്ത്? നാളെ നേരത്തെ പോന്നോ? ആ ആയിക്കോട്ടെ. എപ്പോഴും സംശയമാണ്. എപ്പം നോക്കിയാലും സംശയവും തല്ലും ബഹളവും. എൻ്റെ വിധി അല്ലാണ്ട് എന്ത് പറയണം? അത് കുഴപ്പമില്ല. നാളെ നേരത്തെ പോന്നോട്ടാ. 10 മണിക്ക് പോന്നോ? ഇല്ലില്ല. സിനിമക്ക് അടിപൊളിയായില്ലേ? നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് ആ കടപ്പുറത്തും സിനിമ ഒക്കെ കണ്ടിരിക്കുക. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ടെൻഷനും കരച്ചിലും. എന്താ പറയാ? നിങ്ങളുടെ ഭാഗ്യം. ഐസ്ക്രീമൊക്കെ കഴിച്ച് കടപ്പുറത്ത് പോയി സിനിമ ഒക്കെ കണ്ട് നടക്കട്ടെ. അല്ല നാളെ നേരത്തെ പോന്നോ? നാളെ നേരത്തെ വന്നോ? അതിന് കുഴപ്പമൊന്നുമില്ല. ആള് പണിക്ക് പോവില്ലേ, പിന്നെ എന്താ നേരത്തെ പോകും. ഇല്ലില്ല. ഇല്ല നാളെ നേരത്തെ വന്നു ഇങ്ങോട്ട്. എന്നെയും കൊണ്ടുപോകണം കേട്ടോ ഒരു ദിവസം സിനിമക്ക്. ഞാൻ അങ്ങോട്ട് വരും ഒരു ദിവസം. എന്നിട്ട് പോവാം. കുറേ കാലമില്ലേ സിനിമ ഒക്കെ കണ്ടിട്ട്. ആയിക്കോട്ടെ. ശരി എന്നാൽ. ഇപ്പം വരും ആള്. എപ്പോൾ നോക്കിയാലും തല്ലും ബഹളും സംശയങ്ങളും പറയണ്ട. ഇല്ലില്ല. ചോറൊന്ന് കിടക്കുകയാണ്. ഇങ്ങനെ കണ്ണടഞ്ഞപ്പോഴാണ് വിളിച്ചത് തന്നെ. നാളെ വായോ. നാളെ വാട്ടാ. എന്നാ ശരി ആയിക്കോട്ടെ. നാളെ കാണാം നമുക്ക്. എന്റെ കാമുകൻ. നിനക്ക് എന്തായി? എനിക്ക് നല്ല ഉറപ്പാണ് സംശയം കറക്റ്റ് ആണ് ഇപ്പൊ. അതെ. അതിനിപ്പോ എന്താണ്? അതെന്ത് കയ്യോടെ ഞാൻ തന്നെ പൊക്കിയരുത്. എന്റെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ട് ഒഴിവാകല്. ആയിക്കോട്ടെ. എന്റെ വീട്ടുകാരൊക്കെ വിളിക്കട്ടെ. വീട്ടുകാർക്കും വിളിക്കാം, എല്ലാവർക്കും വിളിക്കും. നിങ്ങൾ കാണിച്ചുതരാം. ഇത് കൊറേ കാലായി ഞാൻ ഇത് കണ്ടെത്താൻ വേണ്ടിട്ടേ. കൊറേ ഇത് തുടങ്ങിട്ട്. ആയിക്കോട്ടെ. എനിക്കറിയില്ല വിചാരം. എന്തി പറയണത്? കല്യാണം 10 കൊല്ലായി. 10 കൊല്ലായി കല്യാണം. 10 കൊല്ലായിട്ട് ഫോൺ വിളി തന്നെ. അതെ. ഞാൻ പണി സ്ഥലത്ത് വിളിച്ചാലും ബിസി, എപ്പോ വിളിച്ചാലും ബിസി. ഒരു സമാധാനം വേണ്ടേ? എങ്ങനെയെങ്കിലും അല്ല ഇപ്പൊ കയ്യോടെ കിട്ടിയല്ലോ. ആരാന്നിട്ട് പറഞ്ഞാ മതി. എനിക്ക് മനസ്സില്ല പറയാൻ. പോയി അന്വേഷിക്കല്ലേ. ഇത് ഇങ്ങനെ പിടിക്കാനുണ്ടെങ്കിൽ ആളെയും പിടിക്കാം. 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ ഈ ആളെയും പിടിക്കും. മര്യാദക്ക് പറഞ്ഞത് ആരാ വിളിച്ചത്? ഇത്രയും പിടിക്കാനുണ്ടെങ്കിൽ നാളെ പോയി പിടിക്കേ. കയ്യോടെ പൊക്കും. എന്റെ വീട്ടുകാരൊക്കെ ഞാൻ അറിയിച്ചാ. എന്റെ വീട്ടുകാരൊക്കെ അറിയിച്ചിട്ടേ തീരുമാനം ഞാൻ എനിക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു കെട്ടിയോനി. കാണിക്ക് പോയി ഇങ്ങോട്ട് ചെല്ല്. അനക്ക് കൊറേ കിട്ടിയാനോ കിട്ടുമല്ലോ. കിട്ടും. അതിനുള്ള കളി കളിക്കണേ. ഈ 10 മണിക്ക് നാളെ വരാൻ പറഞ്ഞാരാ? മര്യാദക്ക് പറഞ്ഞോ. എനിക്ക് മനസ്സിലാന്നറിയില്ല പറയാ. മര്യാദക്ക് പറഞ്ഞോ. അതിനുള്ള എനിക്ക് സംശയം അത്ര. കാമുകനക്ക് വിളിച്ചിട്ട് പറയാ സംശയം. ഞാനൊക്കെ ഇവിടെ കേൾക്കുക. ഞാൻ 1 മണിക്കൂറായി കട്ടന്റെ അടി കിടക്കണം. 1 മണിക്കൂറായി അവിടെ കിടക്കണം. 2 മണിക്കൂറായി. ഇപ്പൊ എന്താണ് അന്വേഷിച്ച് പോയിട്ട്? ഇത് ഞാൻ കയ്യോടെ പിടിക്കും. കയ്യോടെ പിടിക്ക് ചെല്ല്. ഇത് മാത്രല്ല, എനിക്ക് പല കോളുകളും വരുന്നുണ്ട്. വേറെ ആൾക്കാരും ഉണ്ട് എനിക്ക്. ഇത് പിടിക്കും. ഇത് നാട്ടുകാർ ഞാൻ മാലിയിൽ അറിയിക്കും. മാലിയിൽ അറിയിച്ചത് മാലിയ മറ്റോട് തീരുമാനം ഉണ്ടാക്കിയാൽ.
അനക്ക് ഭയങ്കര ഉസറാണല്ലോ. ചെല്ല്. അതെ, എങ്ങനെയെങ്കിലും ഇത് നീ കിടന്ന് നേരം വിളിക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. സമയം എന്താണ്, നേരത്തെ പോണ്ട. 8:30 മണിയായല്ലോ. ചായ ഉണ്ടാ? പിന്നെ ചായ അപ്പൊ ചായ ഇല്ലല്ലേ? ചായ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എങ്ങനെ തലവേദന ഉറങ്ങുക? എടുക്കുന്നു. ഇന്നലെ കാമുകനെ അങ്ങനെ ആലോചിച്ച് കിടന്നുണ്ടാവും. ഞാൻ അതെ. പണിക്ക് പോണ്. ഇനി എവിടെയെങ്കിലും പോ, ചെല്ല്, ഉറങ്ങട്ടെ കിടന്നു. പാട്ടച്ചോനെ 2 കാമുകന്മാരൊപ്പമുള്ളവള് വിളിച്ചില്ല. 4 കാലുണ്ടല്ലോ. സംശയം കറക്റ്റ് തന്നെ കേട്ടാ. രണ്ട് കാമുകന്മാരാ. അളിയപ്പോഴാന്ന് അളിയപ്പോഴാന്ന് എന്താണ് വിചാരിച്ചത്? എന്താളിയ പറഞ്ഞേ? ചായ കൊടുക്കടേ. ചായ ചോരൊക്കെ ഉണ്ടാക്കുക. എന്ത് വളക്കുമ്പത്തെ പരിപാടി? എന്റെ പരിപാടി എന്താ? ഞാനിന്റെ എന്റെ മൊബൈല് ഞങ്ങള് നിനക്ക് സംസാരിക്കണേ. അതെ, അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ വാപ്പാക്ക് പറ്റിയൊരു തെറ്റാണിത്. അന്നെ പോലത്തെ എന്താ തച്ചിനൊരു എന്താ കണ്ണുപോലെ പാത്ത് കണ്ടാ മതി. കട്ടിനടിയിലൊക്കെ ഒളിച്ചിരിക്കാൻ പണിക്ക് പോയ ആളാണ്. എന്ത് സംശയം കണ്ടത്? ദയവ് ചെയ്തിട്ട് ഞങ്ങൾ അളിയാന്ന് വിളിക്കരുത്. അന്റെ മോതാവുമ്പോ അടിച്ച് പൊട്ടിക്കാനാ തോന്നണ എനിക്ക്. എടാ ഞങ്ങളെ അന്റെ പെരിച്ചായി പിണങ്ങി പോലത്തെ മുഖം കണ്ട് കെട്ടിച്ചെന്നല്ല, എന്തിനും നയിച്ചിന്ന് വിചാരിച്ചിട്ടാ. ഇത് കട്ടിനോട്ട് ആരാണ് നയിക്കാൻ പോണത്? പന്നി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പണിക്ക് പോയിട്ട് അവനെ പെണ്ണുങ്ങളെ നോക്കണം. ഇത് പറഞ്ഞിട്ട് ഞങ്ങളെ വീടിന്റെ പടി ചവിട്ടി എന്റെ കാലിന്റെ മുട്ടി അടിച്ചു മുട്ടി. മുട്ടപ്പെടുക്കുന്ന അടിയേണ്ട ഒരു പന്നി. ഉറപ്പായിട്ടും കളിയാക്കല് എന്താ കളിയാക്കണ? ഞാൻ വിളിക്കണില്ല. ആ ചായ ചീഞ്ഞ് കുടിക്കണ്ട. അഞ്ഞു വിടുന്നാണ്ട് അനക്ക് തീറ്റയും കൂടി ഇല്ല. അനക്ക് വെച്ചുണ്ടാക്കിയല്ലോ വെള്ള പണി. എടാ ഞങ്ങള് സിഗരറ്റ് വലിച്ച് കളയുന്ന കാശ് വേണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ നോക്കാം. എന്താ ഒരു സംശയമില്ല. സംശയിക്കണ്ടില്ല.